ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണെന്ന് ചെയ്യുന്നത്, ഒരു അൺബോക്സിങ്. ഞാൻ ഇതുവരെ അൺബോക്സിങ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും. അപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോക്കേഡ് 3ds Max, അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എക്സ്പോർട്ടിങ്, വീഡിയോ എഡിറ്റിങ് കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റേതായ ഒരു ലെവലിലുള്ള അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ പർപ്പസ് അനുസരിച്ച്, നമ്മൾ ഓരോ ഉപയോഗത്തിനനുസരിച്ചാണ് ഓരോ ലാപ്ടോപ്പ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇതിനനുസരിച്ച് ഞാനൊരു ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ആസ്യൂസിൻ്റെ 15A സീരീസിൽ വരുന്ന ടഫ്. ഇതാണ് നമ്മുടെ ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പ്. അപ്പോൾ ഇത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെന്തൊക്കെയുണ്ട്, ഇതിനകത്ത് എന്താണെല്ലാം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ, അൺബോക്സ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ, ഇത് 16GB റാം, 15 അല്ല കേട്ടോ, 16GB റാമും അതുപോലെ തന്നെ 512GB SSD ആണ് വരുന്നത്. അപ്പോൾ നല്ല സ്പീഡുള്ള പ്രൊസസ്സറും കാര്യങ്ങളും എല്ലാം ആണ്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇത് മറ്റൊന്നുമല്ല, അതിന് സ്റ്റിക്കറാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. യെസ്, ഇത് സ്റ്റിക്കറാണ്. നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ മുകളിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാവാനോ സാധ്യത, അവിടെ ഒട്ടിക്കാനുള്ള പല ടൈപ്പ് ഓഫ് സ്റ്റിക്കറുകളാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണുന്നത് ലാപ്ടോപ്പാണ് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് ലാപ്ടോപ്പ്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റിക്കർ കിട്ടിയിരുന്നു. ഇവിടെ ഇങ്ങനെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലാപ്ടോപ്പ് ടഫ്. നല്ലൊരു പാക്കിംഗ് ഒക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ വയ്ക്കാം. ഇത് നമുക്ക് അതിന് മുന്നിൽ നോക്കാം വേറെ എന്തൊക്കെയുണ്ട്. ഇത് നമ്മുടെ യൂസേഴ്സ് മെനുവിലൊക്കെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം മാനുവൽ കേട്ടോ, എല്ലാം മാനുവൽ. നല്ലൊരു പാക്കിംഗ് ഉണ്ട് കേട്ടോ ഇവർ തന്നിട്ടുള്ളത്. ചാർജർ, ഇത് നല്ല സ്പീഡിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് ചാർജർ ആവാനാണ് സാധ്യത. ഇതിൻ്റെ ഇത് കണ്ടിട്ട് തോന്നുന്നതാണ് അങ്ങനെയുള്ളതാണ് സംഭവം. പിന്നെ നമുക്ക് ഇത് കേബിൾ തന്നെയാണ്. ഇതിനെന്താ സംഭവം? 4 സ്ക്രൂ ആണ്. ഓക്കെ, വേറെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എന്തോ കേബിൾ എന്തൊക്കെയാണ്. എന്തോ കേബിൾ, വേറൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മളെ അൺബോക്സ് ചെയ്ത് പെട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പും തുറന്നു നോക്കാം. നമ്മുടെ മെയിൻ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, കണ്ട അവരെ സിമ്പിൾ. നല്ലൊരു മെറ്റലൊക്കെയാണ് ഇട്ടത്, മെറ്റൽ തന്നെയാണ്. നല്ലൊരു പ്ലെയിൻ മെറ്റലും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരിത് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് തുറന്നു നോക്കാം. അവരിതിൻ്റെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു
ചെറിയൊരു മാറ്റ് പോലെ, ഒരു മാറ്റിൻ്റെ ഒരു ടൈപ്പിലാണ് നമുക്കിത് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ളത്. 15.6 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ സ്ക്രീൻ ഫുൾ HD ആണ്. അതുപോലെ തന്നെ പ്രൊസസ്സർ AMD Ryzen 7 പ്രൊസസ്സറാണ്. ഇതിൻ്റെ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16GB ആണ്. അത് നമുക്ക് 32GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 512GB SSD ആണ് ഇതിൽ വരുന്നത്. 4GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് കാർഡും ഇതിൻ്റെ ഒപ്പം നമുക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് AutoCAD, 3ds Max, ഫോട്ടോഷോപ്പ് എന്നിവയൊക്കെ റൺ ചെയ്യിക്കാൻ നമുക്ക് വളരെ എളുപ്പം സാധിക്കും. വളരെ ലാഗ് അടിപ്പിക്കലൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. പിന്നെ ഇതിൽ സെൻട്രലായിട്ടൊരു സ്പീക്കറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ 2 കോർണറിലുമാണ് ഇത് സ്പീക്കർ ഇതിന് മൊത്തത്തിലുള്ളത്. ഇതിനകത്ത് 3 USB പോർട്ട്, ഒരു മൊബൈലിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ C പോർട്ട്, ഒരു HDMI പോർട്ടും പിന്നെ ഒരു നെറ്റ്വർക്ക് കേബിളിൻ്റെ ഒരു കണക്ടർ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ലൈറ്റുകളൊക്കെ ബ്ലിങ്ക് ചെയ്യാറ്, വാർണിംഗ് ലൈറ്റും കാര്യങ്ങളും, ബാറ്ററി ചാർജിങ്, അതുപോലുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടാണ്. നമുക്കിതിങ്ങനെ കാണാൻ പറ്റുന്ന ലെവലിലാണ് ഇത് വെച്ചുള്ളത്. കീബോർഡിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വളരെ കളർഫുള്ളാണ്. ഏത് രീതിയിൽ നമുക്കിതിൽ കളർ സെറ്റ് ചെയ്യാൻ പറ്റും, ബ്ലിങ്ക് ചെയ്യാനും കാര്യങ്ങളും, അങ്ങനെ സ്റ്റേബിളായിട്ടും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും, അങ്ങനെ പല രീതിയിൽ നമുക്കിതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 2.3 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമ്മുടെ ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16GB റാം, 4GB ഗ്രാഫിക്സ് കാർഡ്, 512GB SSD ആണ് നമുക്കിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സൈനിങ് ഓഫ് ചെയ്ത് ബൈ.